പ്രേക്ഷകർ ഈ കാണുന്ന ദൃശ്യങ്ങൾ ദുരൂഹത വർദ്ധിപ്പിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതാണ്. കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള അഫ്സാന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാവം കുഞ്ഞു പയ്യനാണവൻ. ദാണ്ട് വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വൈകിട്ട് 4 മണിക്ക് അഫ്സാൻ ഹോട്ടലിൽ ഓട്ടോറിക്ഷയിൽ ഭക്ഷണം വാങ്ങാൻ അവിടെ എത്തി. ഭക്ഷണം വാങ്ങിയ ശേഷം അരമണിക്കൂറോളം ഈ പാവം പയ്യൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ശേഷം റോഡ് മുറിച്ച് കടന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് നടന്നുപോയി. അഫാൻ പേരുമല ജംഗ്ഷനിൽ നിന്ന് അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു എന്നാണ് മനസ്സിലായത്. അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. അഫാൻ പേരുമല ജംഗ്ഷനിൽ നിന്നും അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു. അതായത് സഹോദരനെ ബോധപൂർവ്വം വീട്ടിൽ നിന്ന് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനായിട്ടാവണം സഹോദരനെ വീട്ടിൽ നിന്ന് മാറ്റിയത്. കാര്യം അരമണിക്കൂറോളം അനിയൻ അവിടെ ഈ പറയുന്ന കുഴിമന്തിക്കടയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അരമണിക്കൂർ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട ശേഷം അഫാൻ അവിടെ ഇല്ല. ഈ അരമണിക്കൂർ സമയമായിരിക്കണം അവൻ്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ കാമുകിയുടെ ചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കസേരയിലിരിക്കുന്ന നിലയിലാണ്. കസേരയിൽ ഇരുത്തി ഒറ്റ അടിക്ക് കൊന്നു എന്ന് വേണം ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ. അത്രത്തോളം വല്ലാത്തൊരു ചിത്രമാണ്. രാവിലെ മുതൽ നമ്മുടെ ചില ഗ്രൂപ്പുകളിൽ ആ ചിത്രങ്ങൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാൻ നിർവാഹമില്ല. അത്രത്തോളം ബ്രൂട്ടലാണ് ഓരോ ചിത്രങ്ങളും. ഷഫീദ് റാവത്ത് ചേരുന്നു. ഷഫീദ്, ഈ നിൽക്കുന്നത് അഫ്സാനാണ് അല്ലേ? അരമണിക്കൂറോളം ഈ കടയിൽ അവൻ നിൽക്കുന്നുണ്ട് മരണത്തിന് തൊട്ട് മുമ്പ്. പാവം. അഷ്മി, ഒരു പക്ഷേ ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു CCTV ദൃശ്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്തിനിടയിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹഷ്മി, വെഞ്ഞാറമൂട്ടിലെ ഒരു മന്തിക്കട സഹറൽ മന്തി എന്ന് പറയപ്പെടുന്ന ഭക്ഷണശാലയ്ക്ക് മുൻപിലും അതിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തിൽ പോലീസ് ഇന്ന് രാവിലെ തന്നെ ശേഖരിച്ചിരുന്നു. അതിനുശേഷം പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങളിൽ 2 പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടികളുണ്ട്. അതേസമയം തന്നെ ചില ദുരൂഹതകൾ കൂടുതൽ ഈ സംഭവത്തിൽ ദുരൂഹതകൾ കാട്ടുന്നൊരു കാര്യവുമുണ്ട്. ഹാഷ്മി, ആദ്യ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓട്ടോറിക്ഷയിൽ ഈ സഹോദരൻ കൊല്ലപ്പെട്ട അഫ്സാൻ ആ ഹോട്ടലിന് മുൻപിലേക്ക് വന്നിറങ്ങുന്നു. ആ ഓട്ടോറിക്ഷ ഒരു പക്ഷേ നമ്മളോട് മുൻപ് സംസാരിച്ച അയാളുടേതാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതിനുശേഷം ആ ഹോട്ടലിന് മുൻപിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഫോണൊക്കെ എടുത്ത് തോണ്ടുന്നുണ്ട്. പക്ഷേ വേറെ ആരും അയാളെ കാണാൻ വന്നില്ല, അഫ്സാനെ കാണാൻ വന്നില്ല. ശേഷം അഫ്സാൻ വീണ്ടും ഈ ഹോട്ടലിനകത്തേക്ക് കയറുന്നു. 500 രൂപയുടെ നോട്ട് ഇങ്ങനെ കൗണ്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം വാങ്ങുന്നു, തിരികെ ഇറങ്ങുന്നു. വീണ്ടും ഏതാണ്ട് 27 മിനിറ്റോളം അവിടെ കാത്തു നിൽക്കുന്നു. ആ കാത്തുനിൽപ്പുറപ്പാണ് തന്നെ കൂട്ടാൻ വരാം എന്ന് പറഞ്ഞ ഈ ക്രൂരകൃത്യം 5 പേരെ കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയപ്പെടുന്ന തൻ്റെ സഹോദരന് വേണ്ടിയുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള സഹോദരൻ്റെ കാത്തിരിപ്പാണതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം സഹോദരൻ വരാതായതോടുകൂടി ഈ റോഡ് മുറിച്ച് കടന്ന വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് അഫ്സാൻ നടന്നു പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പാണ് ഹഷ്മി, ഈ CCTV ദൃശ്യത്തിൻ്റെ പ്രാധാന്യം എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ്. അതായത് ഹഷ്മി, വൈകിട്ട് 4 മണിക്കും 5:30ക്കും ഇടയിലാണ് ഈ പെൺ സുഹൃത്തിൻ്റെയും അതേപോലെ തന്നെ സഹോദരൻ അഫ്സാനെയും ഈ അഫാൻ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് നമ്മൾക്കറിയാം ഈ മറ്റു സ്ഥലത്തെ, അതായത് ഈ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം പേരുമലയിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ള അഫാൻ 4 മണിയോടുകൂടി കാമുകിയെ പെൺസുഹൃത്തിനെ കാണുന്നു. പക്ഷെ അതേ സമയം തന്നെ ഒരു സ്കൂൾ ബസ്സിൽ സഹോദരൻ വന്ന് വീടിൻ്റെ മുൻവശത്ത് ഇറങ്ങുന്നുണ്ട്. പതിവ് പോലെ തന്നെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ വീട് പൂട്ടിയ നിലയിലായതുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയി ഇയാൾ താക്കോൽ വാങ്ങിക്കാൻ ഈ സഹോദരൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ബൈക്കിൽ കയറ്റി ഈ സഹോദരൻ എല്ലാം ആസൂത്രണം ചെയ്തതുപോലെ പേരുമല ജംഗ്ഷനിലേക്ക് ഇയാളെയും കൊണ്ട് പോവുകയാണ്. അതായത് ഈ സഹോദരനെ കൊണ്ട് പോവുകയാണ്. അതിനുശേഷം ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വെഞ്ഞാറമൂട്ടിലെ ഈ ഹോട്ടലിലേക്ക് മടക്കുന്നതാണ്, ഈ ഹോട്ടലിലേക്ക് കയറ്റി വിടുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 4 മുതൽ 4:45 വരെയുള്ള സമയം സഹോദരനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ അഫാൻ നടത്തിയ ഒരു ശ്രമമാണ് ഈ ഭക്ഷണം വാങ്ങിക്കൊടുക്കൽ. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ സഹോദരനുള്ള സ്നേഹമോ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ അവസാന നിമിഷം എല്ലാം അങ്ങ് അവസാനിക്കുമ്പോഴുള്ള ദയനീയമായിട്ടുള്ള ഇടപെടലോ ഒന്നുമല്ല. അത് വെൽ പ്ലാൻഡ് ആയിരുന്നു ആ മർഡർ എന്നുള്ളത് തെളിയിക്കുന്നതാണ്. കാരണം ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് സഹോദരൻ തടസ്സമാകും. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം പേരുമല ജംഗ്ഷനിലേക്ക് എത്തി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി വെഞ്ഞാറമൂട്ടിലേക്ക് ഭക്ഷണം വാങ്ങാൻ സഹോദരനെ പറഞ്ഞയക്കുന്നു. താൻ വിളിക്കാൻ വരാമെന്ന് ആ സഹോദരനെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ സഹോദരൻ ഫോണിലേക്ക് നോക്കുന്നത് അതൊരു പക്ഷേ ഇതിനു വേണ്ടിയിട്ടാക്കാം. അതായത് സഹോദരൻ പറഞ്ഞ വാക്ക് ഈ അഫാൻ പറഞ്ഞിട്ടുണ്ടാകാം തന്നെ കൂട്ടാൻ വരാമെന്ന്. അങ്ങനെ ഏതാണ്ട് 40ഓളം മിനിറ്റ് ആ ഭക്ഷണം വാങ്ങാൻ ഈ അഫ്സാൻ എന്ന് പറയപ്പെടുന്ന സഹോദരൻ, കൊല്ലപ്പെട്ട
സഹോദരൻ ആ ഹോട്ടലിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും പോലീസിനും അക്കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസ് അന്വേഷണം തുടരുകയുമാണ്. ഹാഷ്മി. ഓക്കെ ഷഫീദ്, അഫ്സാൻ എന്ന് പറയുന്ന പാവം പയ്യൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള പാവം പയ്യൻ്റെ ഇഷ്ടഭക്ഷണം കുഴിമന്തിയാണ്. അവൻ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുഴിമന്തി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ച് കുഴിമന്തിക്കടയിൽ പോകുന്നു. ഇത് പാഴ്സലായി വാങ്ങുകയാണ്. ഈ കൊലപാതകം നടത്തുന്ന വീട്ടിന് മുന്നിൽ ഈ കുഴിമന്തി പാഴ്സലായി ഇരിപ്പുണ്ട്. എന്തായാലും വാങ്ങിയതാണ്. എന്തായാലും ആ പാവത്തിനെ കൊല്ലാൻ പോവാണ്. അതിനു മുമ്പ് അവൻ ആ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ പോലുള്ള ഇതങ്ങനെ അമ്മയെ കൊന്ന അച്ഛനെ കൊല്ലാൻ നോക്കുന്ന ഒരുത്തിന് എന്ത് ദയ.